പ്രിയപ്പെട്ടവരെ നമസ്കാരം. വൈഡൂര്യം സ്പോക്കൺ ഇംഗ്ലീഷ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അയാൾ കൃത്യനിഷ്ഠനും നിയമം അനുസരിക്കുന്നവനുമായിരുന്നു. അയാൾ കൃത്യനിഷ്ഠയുള്ളവനും നിയമം അനുസരിക്കുന്നവനുമായിരുന്നു അല്ലെ? ആയിരുന്നു അല്ലേ? ഹി വാസ് പങ്ക്ച്വൽ. ഹി വാസ് എ എബൈഡിങ് മാൻ, ലോ എബൈഡിങ് മാൻ. നിയമം അനുസരിക്കുന്നവൻ, ലോ എബൈഡ് അനുസരിക്കും, ലോ എബൈഡിങ് മാൻ എന്നാണ് പറയാം. പിന്നെ പഠനത്തിനെ പറ്റിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചിരിക്കണം. അതായത് എഡ്യൂക്കേഷൻ അതൊരു ചെറിയ കാര്യമല്ല. മനുഷ്യൻ ആദ്യം ഗുഹാമനുഷ്യരായിരിക്കുന്ന കാലം മുതൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സാവകാശ മനുഷ്യനിലേക്ക് സംസ്കാരം, അതായത് കൾച്ചേർഡ് ആവാൻ വേണ്ടിയാണ് വിദ്യ അഭ്യസിക്കുന്നത്. അക്ഷരജ്ഞാനം ഉണ്ടായ കാലം മുതൽക്ക് ഇംഗ്ലീഷും മലയാളവും നമ്മൾ വിവിധ ഭാഷകൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. ഒരു പഴമൊഴി ആൾക്കാർക്ക് പറയാനുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ എത്ര വലിയ പണക്കാരനായാലും സൗരഭ്യമില്ലാത്ത മുരുക്കൻ പൂവ് പോലെയായിരിക്കും എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഇംഗ്ലീഷ് മലയാളം എല്ലാ കാര്യങ്ങളും ശരിക്കും പഠിക്കണം, ധാരാളം വായിക്കുകയും വേണം. അപ്പൊ അതിനനുസരിച്ച് നോളജ് ഉണ്ടാവും. അദ്ദേഹം മുഴുകുടിയനാണ്, അതെങ്ങനെ പറയാം? ഈ മുഴുക്കുടിയൻ എന്ന് പറയുന്നത് മദ്യം കഴിക്കുന്ന ആളല്ലേ? ഹീസ് ആൻ ആൽക്കഹോളിക്. അല്ലെങ്കിൽ മറ്റൊരു വാക്കുണ്ട്, മുഴുക്കുടി എന്നുള്ള ഇംഗ്ലീഷ് വാക്കറില്ല, ഡ്രങ്ക് ഹാർഡ്. ഹീസ് എ ഡ്രങ്ക് ഹാർഡ് എന്ന് പറയാം കേട്ടോ. മദ്യപാനം കഴിക്കുന്ന അങ്ങനെ പറയാൻ പറ്റും. അദ്ദേഹം മുഴുക്കുടിയനാണ്. നിനക്ക് പഠിക്കണ്ടേ, അതെങ്ങനെയാ ചോദിക്കുക? നിനക്ക് പഠിക്കണ്ടേ എന്ന് ചോദിക്കണമെങ്കിൽ ഡോണ്ട് യു വാണ്ട് ടു സ്റ്റഡി. നിങ്ങൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം തയ്യാറാക്കണം, അതെങ്ങനെയാ ചോദിക്കുക? ഷാൾ ബി പ്രിപ്പയർ ലഞ്ച് ഫോർ യു. ഞാൻ സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു, അതെങ്ങനെയാ പറയാ? ഞാൻ സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു അല്ലേ? ഐ എം വർക്കിംഗ് ആസ് എ സ്കൂൾ ടീച്ചർ. അപ്പൊ ഞാൻ നേഴ്സായി ജോലി ചെയ്യുന്നത് എങ്ങനെ പറയാം? ഹോസ്പിറ്റലിൽ. ഐ എം വർക്കിംഗ് ആസ് എ ഹോസ്പിറ്റൽ നേഴ്സ്. ഞാൻ വയനാട്ടിൽ പോകുന്നത് വേണ്ടാന്ന് വെച്ചു, അതെങ്ങനെയാ? ഈ വേണ്ടെന്ന് വെച്ചു, വേണ്ടെന്ന് വെക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്കറില്ല, റെഫ്യൂസ്. കേട്ടോ, റെഫ്യൂസ് ആണ് വേണ്ടെന്ന് വെക്കുക. അപ്പോൾ ഐ റെഫ്യൂസ് ടു ഗോ ടു വയനാട്. ഐ റെഫ്യൂസ്ഡ് ടു ഗോ ടു വയനാട്. ഐ റെഫ്യൂസ് ടു ഗോ ടു കൊൽക്കത്ത. ഞാൻ കൊൽക്കത്തയിൽ പോകുന്നത് വേണ്ടാന്ന് വെച്ചു, അങ്ങനെ പറയാം. പിന്നെ വയനാട് എന്ന് പറഞ്ഞപ്പോ അടുത്തൊരു ദുരന്തം ഉണ്ടായില്ലേ? അപ്പൊ അതിന് വയനാട് ദുരന്തം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? വയനാട് ഡിസാസ്റ്റർ. മറ്റൊരു വാക്ക് പറയും, വയനാട് മെൽറ്റ് ഡൗൺ.